സങ്കടത്തിലും ടെൻഷനിലുമാണ്. സത്യം പറഞ്ഞാൽ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടിരിക്കുകയാണ്. അപ്പം ടെൻഷൻ വരുമ്പോൾ ഞാൻ ഈ ചോക്ലേറ്റ് എടുത്ത് ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ നാട്ടിലെത്തിയതാ. ഇച്ചിരി ചോറുണ്ട്. സരസു അതെ, എനിക്ക് മുട്ടി നിൽക്കുവായിരുന്നടാ തോന്നി. എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. കുറെ അപരാധി മക്കളുടെ അക്കൗണ്ടുകൾ അടിച്ചു കളഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതായത് മെമ്പർഷിപ്പ് തുടങ്ങിയ ലീലാവിലാസങ്ങൾ, സബ്സ്ക്രിപ്ഷൻ, കോടികൾ, വരുമാനം എല്ലാത്തിന്റെ അക്കൗണ്ടുകൾ അടിച്ചു പൂട്ടിയതുപോലെ അതായത് ഈ രനാസുനയുടെ ഈ അപരാധ അക്കൗണ്ടും കൂടി അടിച്ചു പൂട്ടണം സുഹൃത്തുക്കളെ. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. കാരണം കാണിക്കുന്നത് വേക്കൂത്താണ്. നാളെ ഇവളുടെ മകൻ വളർന്നു വരുന്ന സമയത്ത് ആ കുട്ടി സൊസൈറ്റിയിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതാണോടാ നിന്റെ തള്ള, ഇങ്ങനെ കുറെ അപരാധം കാണിക്കുന്ന കണ്ട് കൊള്ളല്ലോ. ഇമാതിരി അപരാധം കാണിക്കുന്ന ഈ പോക്കാറക്ക പൂക്രി മോളുകളെ എല്ലാം പിടിച്ച് ഒരയ്ക്കണം. ഇവളുടെ തന്തയ്ക്ക് ഇവളെ മടൽ വെട്ടി അടിക്കാനുള്ള കഴിവില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആയ കാലത്തും നേരെ തങ്കം ചേട്ടൻ വളർത്തിയില്ല. തങ്കം ചേട്ടന്റെ ഹാൻഡാവ് ആയ കാലത്തോ തങ്കം ചേട്ടൻ നേരെ തല്ലിക്കൊടുത്ത് വളർത്തിയില്ല. ഇനിയെങ്കിലും മോൾ ഇമാതിരി അപരാധം കാണിക്കുമ്പോഴെങ്കിലും എടാ പരട്ടക്കളവ തനിക്ക് പോയെന്ന് അടിച്ച് നന്നാക്കി കൂടെ വാര്യരേ എന്ന് പറയുന്നത് പോലെ ഈ കഴിപ്പണം കെട്ടവളെ ഒന്ന് അടിച്ച് നന്നാക്കി കൂടെ. താൻ എന്നാ കോപ്പിലാ പരിപാടിയോടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? തനിക്ക് കുറെ പണവും ഇൻഡാസും കിട്ടിയാൽ മാത്രം മതിയോ? തനിക്കെല്ലാം തികഞ്ഞോ? തന്നെ പോലെ ഒരു ഉളുപ്പില്ലാത്ത പരട്ടക്കളവനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു തങ്കം ചേട്ടന്റെ പോക്കടുത്തന്നെ പൂക്കാമോൻ. താനൊരു പൂക്കാമോൻ തന്നെ, പൂക്കാമോൻ. തന്നെ പോലത്തെ ഒരു പൂക്കാമോനെ ഞാൻ വേറെ കണ്ടിട്ടില്ല ലൈഫിൽ. മോൾ അപരാധിക്കുക കിടന്നത്. മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ എടുത്തു വെച്ചിട്ട് അമ്മാതിരി അപരാധങ്ങളും പേക്കൂത്തുകളാണ് അതിൻ്റെ അകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണുറന്നിരിക്കാൻ പറ്റത്തില്ല. ഇവളെപ്പോലെ ഒരു ബൂക്കി മോളെ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഓരോ ദിവസം കൂടുന്തോറും എനിക്ക് കലിപ്പ് കൂടി വരെയാണ് ഇവളടുത്ത്. കാരണം ഇവൾ കാണിക്കുന്ന അമ്മാതിരി അപരാധോടെ. അപ്പൊ ചോദിക്കും വേറെ ആരുമില്ലെന്ന്. ഇവിടെ ഒരുപാട് അപരാധികളുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടിട്ടുള്ള മെയിൻ ഒരു അപരാധമാണ് ഇവള്. അതിന്റെ റീസൺ, ഇവൾ ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അപരാധം സബ്സ്ക്രിപ്ഷൻ എന്തോ വലിയ സംഭവമാക്കി എടുത്ത് കേരളക്കാരെ ചർച്ച ചെയ്ത് അതിൻ്റെ ഇടയിൽ കൂടി മറ്റേ പൂക്കാമോള് വന്ന് അവളെ ഒരു 30,000 സബ് അടിച്ചുകൊണ്ട് പോയി. അതിനുശേഷം മൊത്തം അവതാളത്തിലായി. ഇപ്പൊ കുറെ പെണ്ണുങ്ങൾ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനും തുടങ്ങി വെച്ച് അപരാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റേ സഫ മേനാസിലെ സഫ, അങ്ങനെ ഓരോരുത്തരുടെ ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഓപ്ഷൻ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് അവളുമാരെ കിണ്ടികൾ കാണിച്ചുകൊണ്ടിരിക്കും. ഏത് കിണ്ടി? കുറെ കിണ്ടികൾ ഇങ്ങനെ കാണിക്കും നിരത്തി. ഏത് കിണ്ടി കൊള്ളാമെന്ന് നീ കാണിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഇവളുമാരെയൊക്കെ ഇപ്പൊ പരിപാടി. കുറെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ നിറഞ്ഞുള്ള കുറെ കാമക്കടവുകളുണ്ട്. അവന്മാരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് കണ്ട അപരാധങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇവനെയൊക്കെ കാല വരെ വിത്തിയിൽ ഒട്ടിച്ചിട്ട് തേച്ച് ഒരച്ചങ്ങ് വിട്ടണം. കോപ്പിലെ പരിപാടി. ഇവക്കൊക്കെ എതിരെ നടപടി എടുക്കണം. പോലീസ് വന്ന് ദയവ് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം ഇതിനെയൊക്കെ. ഇതൊക്കെ ഈ പബ്ലിക് ന്യൂസൻസ് എന്നല്ല, പബ്ലിക് ത്രെട്ടാണത്. നമ്മുടെ സമൂഹത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറെ അപരാധി മക്കളാണ്. അല്ലാണ്ട് എനിക്കൊന്നും കൂടുതലൊന്നും പേരില്ല എന്ന് പറഞ്ഞ് പുകഴ്ത്തി പാടാനായിട്ട്. ഈ അപരാധി എന്നുള്ള പേര് എന്തുകൊണ്ട് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിക്കുന്നത് അപരാധമായതുകൊണ്ടാണ്. ഓൺലൈനിൽ വന്നിരുന്ന് ഇതിനേക്കാളും നീക്ക് പിച്ചയിട അന്തസ്സുണ്ട്. ഇമാതിരി അപരാധം കാണിക്കുന്നതിനേക്കാളും ഓൺലൈനിൽ വന്നിരുന്ന് ഈ പൊതു സമൂഹത്തിനെയും വളർന്നു വരുന്ന തലമുറ അടക്കം നശിപ്പിക്കാനായിട്ട് ഓരോ കോണാത്തിലെ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കും. ഈ ഓപ്ഷൻ കൊടുത്താൽ നിനക്കൊക്കെ അപരാധിക്കാനും വ്യഭിചരിക്കാനും അല്ല കേട്ടാ ഈ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തത്. എന്നാൽ ഇന്ന് ഇതിൻ്റെ അകത്ത് നടക്കുന്ന എല്ലാം പേക്കൂത്തുകൾ മാത്രം. അഴിഞ്ഞാട്ടം. ഈ ലോകം നശിച്ചു. ഒന്നും പറയാനില്ല. ഇനി ഞാൻ അടുത്ത് ഈ സബ്സ്ക്രിപ്ഷൻ്റെ അകത്ത് കാണിച്ചു കൂട്ടിയിട്ടുള്ള പേക്കൂത്തുകളൊന്ന് കാണിച്ചു തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അയ്യടാ ചക്കുട് വാവേ, അച്ചോടാ. എവിടെയാടാ തൊടുന്നേ? എന്തുവാടാ ഇത്? ആണോടാ? ഇവളെന്താ നില്ല എന്തോ പറയുന്നുണ്ട് കാര്യമായിട്ട്. നോക്കട്ടെ. കേക്കാൻ വയ്യ, ചെവിയടിച്ചു പോണു. ഇതാരാ? കാവിലെ കാട്ടുമാക്കയ്യ. ഞാൻ ഒന്നും പറയുന്നില്ല. ബോഡി ഷേമിംഗ് ഒന്നും ആരും പറയില്ല കേട്ടോ. ബോഡി ഷേമിംഗ് ഒന്നുമല്ല. ഇമാതിരി അപരാധം കാണിക്കുന്നതിനെ 10 പറഞ്ഞില്ലേ പിന്നെ എന്തിനാടാ ഞാൻ നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത്? നീ കാണീരടി. എങ്കിൽ പോയി കുനിഞ്ഞിരി. നീ സങ്കടത്തിലും ടെൻഷനിലാണെങ്കിൽ. നീ സങ്കടത്തിലും ടെൻഷനിലാണ്. നമുക്ക് എന്നാ ഗീരവിത്ത? നീ സങ്കടത്തിലാണെങ്കിൽ എന്ത്, ടെൻഷനിലാണെങ്കിൽ എന്ത്? നീ എന്നാ ഗീരവിത്ത ഉണ്ടാക്കുന്നേ? അയ്യേ, ഇതെന്തുവാ കാണിച്ചോണ്ടിരിക്കുന്നേ? എടാ, എല്ലാ പെണ്ണുങ്ങൾക്കുള്ള സമാനം തന്നെ. നിനക്ക് മാത്രമൊന്നുമല്ല ഈ ലോകത്തുള്ളത്. നിന്നെ പോലെ കുറെ എണ്ണം ഉണ്ട്. നീ മാത്രമൊന്നുമല്ല, കുറെ എണ്ണം ഉണ്ട് ഈ അപരാധത്തിലോട്ട് മാറി നിൽക്കുന്നത്. ദയവ് ചെയ്തിട്ട് നമ്മുടെ ഗവൺമെന്റ് നടപടി എടുക്കണം. ഇത് വരുന്ന തലമുറ അടക്കം നശിപ്പിക്കുകയാണ് ഇവളുമാർ ചെയ്യുന്നത്. പണ്ട് ബെറ്റിങ് ഗാംബ്ലിങ് നിർത്തിയതുപോലെ ഇതുപോലെയുള്ള എല്ലാ എണ്ണത്തിനെയും മറ്റേ ഒരുത്തിയപ്പം അടിച്ച് കളഞ്ഞ് ഒരു 30,000
സബ്സ്ക്രിപ്ഷൻ അടിച്ചു കളഞ്ഞ കോടി വരുമാനമായിരുന്നു. അവളെ വരുമാനമല്ല നമ്മളെ മറ്റേ പിരികളാക്കുന്നത്. സൊസൈറ്റിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവളെയൊക്കെ മൂട് താങ്ങാൻ വേറെ കുറേ അവരാതി മക്കൾ. ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോകും. നിനക്കൊക്കെ അതും പോട്ട്. ഇതിനെയൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുത്തു വെച്ചിട്ടുള്ള 2800 എത്ര പേരുണ്ട് ഇതിന്. സ്വന്തം വീട്ടിൽ സ്വന്തം തന്തേന്നുള്ള ചാവാൻ കടന്നു കഴിഞ്ഞാൽ വായിക്കാതെ വെള്ളം പോലും ഒഴിച്ചു കൊടുക്കില്ല. ഇവളെയൊക്കെ കോണാത്തിലെ സബ്സ്ക്രിപ്ഷൻ എടുത്തു വെച്ചുകൊണ്ടെങ്കിൽ ഇരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് കാണാൻ എന്നാ ഇരിക്കുന്നത് അവളെ കീര വിത്ത്. നിനക്ക് ഫ്ലൈറ്റ് ക്യാൻസൽ ആയെങ്കിൽ നിനക്ക് ക്യാൻസലായ ഫ്ലൈറ്റ് വെച്ച് ഇങ്ങനെ ഇരുന്നാൽ മതിയാ നിനക്ക്. ഇതെന്തുവാ ഇത്? ഇതെന്തുവാ? നാളെ 2 ബലൂൺ എടുത്ത് ഞാൻ ഇവിടെ വെച്ചോണ്ടെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒന്ന് പെരുവിരിക്കും. എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല. എന്തുവാണ് ഇതൊക്കെ? അയ്യോ, ടെൻഷൻ വരുമ്പോൾ നീ ആ ചോക്ലേറ്റ് എടുത്ത് ഇടുവോ? എവിടെ ഇടും? എന്തോന്നടേ. അയ്യോ, ഇതാര് തങ്കം ചേട്ടൻ ഇതൊക്കെ കാണുന്നുണ്ട്. തൻ്റെ മോളാണിത്. ഇതെന്തുവാ ഇത്? അയ്യോടാ, ഇതെന്തുവാ? നിനക്ക് മറ്റേ പിരി വെട്ടിയ കാലിട്ട് തടവാൻ പിരി വെട്ടിയ നിനക്ക്? അവള് കുളിക്കണ്, ചോക്ലേറ്റ് കഴിക്കണ്, അവൾക്ക് പിരി വെട്ടി. ഇതെന്തുവാടേ ഇത്? അയ്യോ, എന്നാ വേറൊരു സാധനം തരാം ഞാൻ ഒരക്കെ. ഏത്? കുപ്പി അല്ലാതെ എൻ്റെ ഇതല്ല. അയ്യേ, ഇതെന്തുവാ ഇതൊക്കെ കാവടികള്? നീ ഏത് അടുപ്പിൻ്റെ അകത്ത് എത്തി? ഇതെന്തോന്നടേ? ഇതെന്തോന്നു? എടാ തങ്കം ചേട്ടാ, താൻ എവിടെയാ ഓടോ? താൻ എവിടെയാ പോയി കുനിഞ്ഞിരിക്കുന്നത്? തനിക്ക് ഇതൊന്നും കണ്ണി കണ്ടിട്ട് ഒരു ഇതുമില്ലേ? അതിന് തനിക്കെന്നാ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിൽ നിന്ന് കുറച്ചതല്ലാണ്ട് തൻ്റെ മോൾ ഇങ്ങനെ ഇമാതിരി അപരാധങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് ഉളുപ്പില്ലേ കണ്ടോണ്ടിരിക്കേ? താനും അതാ സബ്സ്ക്രൈബ് വെച്ചിട്ടുണ്ടോ മോളെ കുൽസിതങ്ങൾ കാണാനായിട്ട്? കാണും. അയ്യോ, എന്തരടാ ഇത്? അധപ്പതനം. സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെട്ടുപോയി. അവന്റെ പേരിലുണ്ടാക്കിയ ഫെയിം വെച്ചിട്ട് വിധവകളെ റെപ്രസെന്റ് ചെയ്ത് വന്നുണ്ടാക്കുന്ന അപരാധം. വിധവകൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന വിധവ. സിംഗപ്പെണ്ണെ കാലിടയില് ഞാനൊന്നും പറയുന്നില്ല. നன்றிക്കോട് തിരുപ്പതിക്ക് അരുവിയേ ഏറ് നെഞ്ചിൽ ഏറ് നെഞ്ചിൽ എൻ്റെ വളിമയെ കൊണ്ട് നെഞ്ചിൽ ഏറിക്കൊണ്ട് പോകുന്നു. നെഞ്ച് എന്നെ കാണിച്ചോണ്ടിരിക്കണം. പക്ഷെ എൻ്റെ പൊന്നടാവേ, വിധവകൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന വിധവ കൊള്ളാം. ഇത് എന്തരടേ തമ്പി പണ്ണി വച്ചിருக்க. അടുത്ത്. അയ്യോ അച്ചോടാ. ഓ ഹലോ. അയ്യോട്ടോ, എന്തോട്ടോ, എന്തരട്ടോ, പറട്ടോ. അയ്യോട്ടോ, നക്കടി നക്ക്. നീ ഒരു തേങ്ങയും പറയണ്ട. ഇത് എന്തുവാ? പോരാ, നിന്റെ അച്ഛൻ്റെ കൂടെ പോരാ. നിന്റെ അച്ഛൻ്റെ അച്ചാറ് ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോ. വിഡ് ഗുഡ് അപരാധങ്ങള്, ഓരോരോ അപരാധങ്ങൾ കാണിക്കാനായിട്ട് ഓരോ അപരാധികൾ ഇറങ്ങിക്കോളും. ഈ അപരാധികളെയൊക്കെ കണ്ട് നമ്മൾ നശിച്ചു പോകുന്നു എന്നല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. സീരിയസ്ലി ദയവ് ചെയ്തിട്ട് ഇവളെ ബാൻ ചെയ്യണം. ഇവളെ സബ്സ്ക്രിപ്ഷനും ഇമാതിരി അപരാധങ്ങളും പേക്കൂത്തുകളും നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ നിന്ന് ബാൻ ചെയ്യണം. ഇതൊരിക്കലും വച്ച് പൊറപ്പിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യമല്ല. എനിക്കൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. ഞാൻ ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇനി വേറൊരു സംഭവമുണ്ട്. അതായത് വേറെ ഒന്നുമില്ല, കുറേ പേർക്കൊരു ഡൗട്ട്, ഞാൻ എന്താ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. അതിനേക്കാളും നല്ലത് ഞാൻ വല്ല പാണ്ടിൽ ഉറയ്ക്കുമ്പോൾ അടയിരിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സാഗരങ്ങളെ ഒരു പട്ടിക്കറിഞ്ഞു കൊടുക്കും. ഇതിനേക്കാളും നല്ലത് ഇവളെ സപ്പോർട്ട് ചെയ്യും ഞാൻ. എന്തുവാടേ, ഒന്നും പറയാനില്ല. ഇനി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. ആര്? എൻ്റെ പ്രിയ സുഹൃത്ത് ഡാനി സത്യൻ. ഞാൻ കണ്ടായിരുന്നു എവിടെ കൂടിയൊക്കെ രേണുവിട്ടൊരു ചായവ് അവന്. അവൻ അങ്ങോട്ടൊരു ചാഞ്ഞ് പോവുകയാണ് അവൻ. ഞാൻ അവൻ്റെ അടുത്ത് സംസാരിച്ചായിരുന്നു. ഞാൻ ലൈവായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവനെ വിളിക്കുമെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ സ്ഥിതിക്ക് ഇപ്പം തന്നെ നിങ്ങളോട് ഒപ്പം ഇരുന്ന് ഞാൻ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു സുഹൃത്തുക്കളെ. നമുക്ക് എന്തായാലും ഡാനി സത്യനെ ഒന്ന് കാണാം. ഞാൻ റിങ് അടിച്ചിട്ടുണ്ട്, ആശാൻ എടുക്കുമായിരിക്കും. റിങ്ങിങ് ചെയ്യുന്നുണ്ട് ഗൈസ്, റിങ്ങിങ്.
ഓക്കെ, ഹലോ, ഡാനി സത്യൻ എത്തിയിട്ടുണ്ട്. ഹലോ മിസ്റ്റർ ഡാനി സത്യൻ. ഓക്കെ ഓക്കെ, ഞാനത് വോയിസ് കോളിലോട്ട് കൺവേർട്ട് ചെയ്യണം, കാരണം നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഡാനി സത്യൻ നമ്മുടെ കൂടെ കോളിലുണ്ട്. ഇവൻ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അപരാധിയായി മാറിയിരിക്കുകയാണ്. ഇവനെ പോലത്തെ ഒരു അപരാധി എനിക്ക് സുഹൃത്തായിട്ട് വച്ചേക്കാൻ തന്നെ ഒരു നാണക്കേടാണ്. കാരണം രേണുവിനെ പോലുള്ള ഒരു കാട്ടപരാധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു പടുവാഴ അപരാധിയായി മാറിയിരിക്കുകയാണ് ഡാനി സത്യൻ. താങ്കളെ പോലെ ഒരുത്തൻ ഇമാതിരി അപരാധങ്ങളും പേക്കൂത്തുകളും കാണിക്കുന്ന ഒരു രേണു സുധിയെ സപ്പോർട്ട് ചെയ്ത് തനിക്ക് ഉളുപ്പില്ലേടോ? മറ്റവന് പാറ്റി നോവും, ഇവന് പേരെടുപ്പാണ് പരിപാടി. ഹാപ്പി വിഷു ഉണ്ടാക്കി അവന് ഉത്തരം മുട്ടിയപ്പോ കൊഞ്ഞനം കുത്തി കാണിക്കുന്നു. എടാ നാറി, നീ ഒരുത്തം കാരണം ചീത്തപ്പേര് എനിക്കും കൂടിയാണ് കിട്ടുന്നത്. കാണ് അവൻ അമ്പളങ്ങ വെഴിഞ്ഞത് പോലെ ഇരിക്കണത്. ഈ ഒരുത്തം കാരണം ചീത്തപ്പേര് കിട്ടുന്നത് എനിക്കാണ്. ഞാനിവിടെ രേണുവിനെ സപ്പോർട്ട് ചെയ്തെന്നു പറഞ്ഞാണ് കുറെ സൈബർ പോരാളികൾ ഇറങ്ങിയിട്ടുള്ളത്. എടാ ബേസിക്കലി ഞാനൊരു കാര്യം പറയാം, ചത്താലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. അതിനേക്കാളും നല്ലത് ഞാൻ അങ്ങ് തീരുന്നത്, മനസ്സിലായ? പിന്നെ നിന്റെ വീഡിയോയിൽ എവിടെ ചായ് പോലെ നാട്ടുകാർക്കും ഫീൽ ചെയ്ത്, എനിക്കും ഫീൽ ചെയ്ത്. ഞാൻ ഉള്ള കാര്യം സീരിയസിൽ പറയല്ല, എനിക്ക് ഫീൽ ചെയ്ത്. ചായ്വെന്നെന്തോ പറയുന്നത് 2-3 കാര്യത്തില എനിക്ക് ചില കാര്യങ്ങൾ തോന്നി, ഞാൻ അത് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇവിടെ വിമർശിക്കുന്നുണ്ട്. ഞാൻ ആരും ഈ കമന്റ് ബോക്സിൽ വന്ന ആൾക്കാരൊക്കെ തുടക്കം പറയുന്നത് ഇങ്ങനെയാണ്, ഡാനിയുടെ ഒരു മതിപ്പുണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. ഞാൻ അവരുടെ അക്കൗണ്ടും കമന്റും ഒക്കെ നോക്കുമ്പോ ആദ്യമായിട്ടൊക്കെ വന്നിടുന്നേ. അത് കുറെ പേര് കൊട്ടേഷൻ ഏറ്റെടുത്ത് വരുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി. ഞാനും ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോ കൊട്ടേഷൻ ഏറ്റെടുത്ത് വന്നിട്ട് വേറെ സ്ഥലങ്ങളിലൊന്ന് കൊട്ടേഷൻ ഏറ്റെടുത്ത് വന്നിട്ട് ഇങ്ങോട്ട് നമുക്ക് അടിക്കുന്ന കമന്റ്സ് ഉണ്ട്. പക്ഷെ അല്ലാണ്ട് ജെനുവിനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കമന്റ്സ് ഉണ്ടോ, അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ നീ വന്നിട്ട് ഇവിടെ സപ്പോർട്ട് ചെയ്തത് സീരിയസ്ലി ബേസിക്കലി ഞാൻ ആ വീഡിയോ കണ്ടില്ലായിരുന്നു. പിന്നെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പോയി നോക്കി. അപ്പോൾ എവിടെ ഒരു ചായ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ നീ ഉദ്ദേശിച്ചത് മറ്റവനും കാട്ടപരാധി ഇവളും അപരാധം എന്നാണ്. പക്ഷെ നീ ഇവക്കൊരു അയവ് കൊടുത്തു, പക്ഷെ ഞാൻ അതും കൊടുത്തിട്ടില്ലായിരുന്നു. ഞാനൊരു അയവ് കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താ, ഇവരെല്ലാവരും പ്ലാനിങ് എന്നാണ് ഞാൻ പറഞ്ഞ സമയത്ത്. അതായത് മറ്റേ ഡയറക്ടർ ഫുണ്ടേണ്ടല്ലോ ഒരു മുടികളൊക്കെ നായിന്റെ പോയി, അവനും ഇവളും കൂടിയുള്ള പ്ലാനിങ് എന്നാണ് ഞാൻ പറഞ്ഞത്. ബേസിക്കലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് ഞാനത് പറഞ്ഞു. പക്ഷെ കുറെ പേര് വന്നിട്ട് പറയുന്നു നിങ്ങൾ രണ്ടുപേരും പ്ലാനിങ് ആണ്, അതായത് രേണുവിലോട്ട് ചാഞ്ഞു പോയത്. ഞാനൊരു കാര്യം പറയട്ടെ, അവൻ ലോക ഫ്രോഡാന്ന് എന്നെ 2 പേരെന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇന്നൊരു മ്യൂസിക്കിന്റെ ആപ്പിൽ കയറി നോക്കിയാൽ അവന്റെ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നു, അതും എന്നോട് സംസാരിച്ചു. പിന്നെ അത് മാത്രമല്ല, ഒരാൾക്ക് ഒരു ഡ്രസ് ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ രേണു സുധി ആയതുകൊണ്ടാണ് ഈ ആൾക്കാർ ഒരാൾക്ക് ഒരു ഡ്രസ് ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ അവള് മെമ്പർഷിപ്പിന്റെ അത് തന്നെ അവരാളെ കാണിക്കുന്നത്. നീ അതിന് ഉത്തരം എന്താ? അവള് ലോകം പോക്ക് കേസാണ്. ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ വീഡിയോക്ക്. ഞാനും നീയും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി അനുഭവിച്ചത് എന്താന്ന് നിനക്കറിയാലോ. അവിടെ തന്ത എന്ന് പറയുന്ന നാറി വന്നിട്ട് എന്തൊക്കെ തോന്നിയ ദിവസം വിളിച്ചു പറഞ്ഞത്. ഇന്ന് കമന്റ് ബോക്സ് ഞാനൊന്ന് പറയട്ടെ, ഇന്ന് കമന്റ് ബോക്സിൽ വന്നത് എന്തോന്നറിയാവോ? ശ്രീത് വന്ന് ഒലിപ്പിച്ചപ്പോൾ ഡാനി അങ്ങ് കൊണച്ചു കുത്തിയെന്ന്. എന്നെ കൊണ്ട് ഭയങ്കര പറയിപ്പിക്കരുത്, ഉള്ള കാര്യം ഞാൻ പറയാലോ. പിന്നെ എന്ന് വന്ന കമന്റ് ആണ്, ശ്രീത് വന്ന് അങ്ങോട്ട് ഒലിപ്പിച്ചപ്പോ ഡാനി അങ്ങ് വീണ്. ഡാനി ഈ 2 എണ്ണത്തിന്റെ പാവാടയുടെ അടിയിലാന്നാ പറയുന്നത്. നാണം കെട്ട കുറെ അണ്ണം വന്നിട്ട് കൊണച്ച്. നിന്റെ തള്ളക്ക് വിളിച്ച് അവളെ വെറുതെ വിടുമെന്നാണോ നീ വിചാരിച്ചേ? കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ അവളെ തന്തയ്ക്കും തള്ളയ്ക്കും അവളെ കെട്ടിയോൻ അടക്കം ഞാൻ വിളിച്ചില്ലേ? നിർത്ത്. അങ്ങനല്ല, ഇത് ചുമ്മാ വന്നിട്ട് ഇത് മനഃപൂർവ്വം ഓരോരുത്തർ ടാർഗറ്റ് ചെയ്യുമെന്ന് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായതാ. ഇത് കഥ അറിയാതെ കുറെ എണ്ണം. ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. കാരണം എന്ന് വെച്ചാൽ അവിടെ രേണുവിന്റെ സ്ഥാനത്ത് വേറൊരു പെണ്ണായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഞാൻ ഒരു മെസ്സേജ് അത് കൊടുത്തു. അതൊക്കെയാണ് നീ പറയുന്നത് കറക്റ്റാണ്. ഞാനും അത് പറഞ്ഞു. പക്ഷേ ഇവിടെ ഇപ്പൊ ബേസിക്കലി വേറെ ചില ആൾക്കാർ നമ്മളെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതായത് ഇല്ലാത്ത കാര്യം. എടാ അത് ബേസിക്കലി ഞാനും നീയും സജിനും ശ്രീതും ഗ്രൂപ്പ് തുടങ്ങിയത്. ഈ കാട്ടപരാധികളുമായിട്ട് ഞാൻ ഗ്രൂപ്പാ. നിന്റെ അമ്മയെ പറഞ്ഞ അവളെ വെറുതെ വിടുമെന്നാണോ വിചാരിച്ചത്? എന്നെ വിളിച്ചപ്പോ കാര്യങ്ങൾ സംസാരിക്കേണ്ട ഒരു മര്യാദ ഉണ്ടായിരുന്നു, അത് കേട്ട്. പിന്നെ കുറെ വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിന്നെ കുറിച്ചൊക്കെ പല ആൾക്കാരും പല തോന്നിയാസങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ല ഡാനി, ഞാൻ ഒരു കാര്യം ജസ്റ്റ് പറഞ്ഞിട്ട് ഒരു കാര്യം വേറൊന്നുമല്ല. വാക്കുകൾ കുറച്ച് സൂക്ഷിക്കണം. കാരണം വേറൊന്നുമല്ല, വീഡിയോ അറിയാലോ, കമ്മ്യൂണിറ്റി കേട്ടില്ലേ? ഓക്കെ, അതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു.
ഞാൻ ഈ ഒരു വൃത്തികെട്ട സാധനമുണ്ട് സജിന ശ്രീതു രേണു, ഞാൻ എന്റെ ജമത്ത് ഞാൻ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. പിന്നെ ഇവരാരും ജയിലിൽ പോയി കിടക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇമാതിരി അപരാധം കാണിക്കുന്ന അപരാധി കുണച്ചുകുത്തികളെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ആ സജിനയോട് ക്ഷമിച്ചാലും ശ്രീധുനോട് നീ ശ്രമിക്കുമെന്നാണ് പറഞ്ഞത്. അയ്യോ, സജിനയുടെ ക്ഷമിക്കണില്ല, ശ്രീധുവിന്റെ ക്ഷമിക്കില്ല. ശ്രീധുവിനെ കയ്യിൽ കിട്ടിയ ഞാൻ കാലവാരി എടുത്ത് ഒരച്ചടിച്ച് എടുത്ത് വിളയിലെറിഞ്ഞ് അവളെ അമ്മയ്ക്ക് വിളിച്ചവളാണ് സജിനോട് ഞാൻ പറഞ്ഞത് വെച്ചാൽ നിങ്ങൾക്ക് ടാലന്റ് ഉണ്ട്, കഴിവുണ്ട്, നിങ്ങൾ പടത്തിലൊക്കെ സജിന ഉണ്ടല്ലോ എടാ, ഔദാര്യം എന്ന് പറഞ്ഞതാ. എടാ സജിന കഴിവുള്ള കഴിവേറിയ കഴിവേറിയന്റെ കഴിവേറിയ തന്നെ. അയ്യോ, അല്ലടാ നീ പറയുന്ന കൂട്ടല്ല ആൾക്കാർ എന്നെ കിടന്ന് ഒരുപാട്. നമ്മള് ഒരു സ്ത്രീയെ കുറിച്ച് സംസാരിക്കുമ്പോ എടാ ബേസിക്കലി ഞാൻ ഒരു സ്ത്രീയെ കുറിച്ച് സംസാരിക്കുമ്പോ റെസ്പെക്ട് കൊടുക്കണം. പക്ഷെ ഇത് അതിനുള്ള ഒരു നിലവാരം ഇല്ലാത്ത ടീമുകളാണ്. അവളൊക്കെ കൊണ്ട് കൊടുക്കട്ടെ. അവളെ എന്തോ വന്നിട്ട് പറയുന്നേ. ഞാൻ അന്ന് ആദ്യമായിട്ട് നിന്റെ അമ്മയ്ക്ക് പറഞ്ഞപ്പോഴാണ് ആ പുല്ലിന്റെ വീഡിയോ കാണുന്നത്. എന്നിട്ടാണ് ഈ അവളെ വെച്ചേടാ കമന്റ് കാണുന്നത്. എന്തോ അവള് വന്ന് ഒലിപ്പിച്ചപ്പോ ഏതേതോ ഒരു നായിരിച്ചു എന്തുവാ ജാതി പറയല്ലോ കേട്ടോ, അവിടെ പേരങ്ങനെ കണ്ട എന്തുവാ എന്തൊരു പേര് അവള് വന്നിട്ട് കമന്റ് ഇടുന്നു. ഞാൻ അവളെന്തോ വന്ന് ഒലിപ്പിച്ചപ്പോഴൊക്കെ നീ എങ്ങാണ്ട് ഒലിപ്പിച്ചാടാ വെച്ചിട്ട് പോടാ അവിടുന്ന്. അതെ എനിക്ക് മുട്ടി നിക്കുവായിരുന്നടാ തോന്നി. മുട്ടി നിക്കുന്നതാടാ എനിക്ക് മുട്ടി നിക്കുക. അയ്യേ, വല്ല വാഴപ്പിണ്ടി വാങ്ങടാ. പോടാ, വെച്ചിട്ട് പോ. എടാ അവരതിയൊക്കെ മൂട് താങ്ങുന്നതിന് ഭേദം നമ്മള് സാധനം കൊണ്ട് ഉരക്കണം നാട്ടു റോട്ടില് ടാറില്. സീരിയസ്ലി എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്, പുച്ഛം. എടാ അന്ന് സ്റ്റേഷനിൽ വെച്ച തങ്കച്ചൻ എന്ന് പറഞ്ഞ നാറി ഈ മറ്റേ മോക്ക് വേണ്ടി വർത്താനം പറഞ്ഞ എനിക്ക് ഇപ്പോഴും. അല്ല, തങ്കച്ചേട്ടനുള്ള കുറച്ച് ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടാ. മറ്റേ മെമ്പർഷിപ്പ് വീഡിയോ വെച്ചിട്ട് ഞാൻ കുറച്ച് ഡോസ് കൊടുത്തിട്ടുണ്ട് തങ്കച്ചേട്ടനുള്ളത്. എടാ ഇവളെന്ത് മെസ്സേജാ കൊടുക്കുന്നത്? കാര്യത്തിലാ. ഞാനൊരു കാര്യം പറയാം. ഒരു മോന്റെ വിഷയം വന്നപ്പോഴും ചില കാര്യത്തിലാണെങ്കിലും ഞാൻ കുറെ കാര്യങ്ങൾ എന്റെ കുറെ തെളിവുകളും ഉണ്ടായിരുന്നു. സീരിയസ്ലി ഞാൻ പറയാലോ, എനിക്ക് എല്ലാരും വിചാരിക്കണത് ഇനി ഇവൾമാര് വല്ലതും കൊണ്ടു തന്നാൽ എനിക്കറിയത്തില്ല, എനിക്ക് അല്ലാതെ കിട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എടാ അങ്ങനെയുള്ളവനെ എനിക്ക് വെളുപ്പിക്കാൻ പറ്റില്ലടാ. എനിക്ക് ഒരു തന്തേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ രേണുസുതിയെ പച്ചതിക്ക് തെറി അറിഞ്ഞാൽ എനിക്ക് സപ്പോർട്ട് കിട്ടും. അത് ഞാൻ പറയും, അത് ഇനിയും പറയും. ഇന്ന് എന്റെ വേറൊരു സാധനം കിട്ടിയിട്ടുണ്ട്, ഞാൻ അടിക്കുന്നുണ്ട്. അത് അടിക്കുമ്പോ ഇനി ഇവിടെ പേര് പറഞ്ഞു തന്നെ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് അവനെയും വിളിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ ഡയറക്ടർ എന്ന് പറയുന്ന തന്തയ്ക്ക് പറക്കാത്തവനുണ്ടല്ലോ, അവന്റെ മുടിയൊക്കെ വളർത്തിയിട്ട് ആണും പെണ്ണും കെട്ടവനെ ഞാൻ പറയത്തുള്ളൂ. അയ്യോ, അവൻ വലിയ ആൽബത്തിലെ കോപ്പ്. ഇപ്പൊ എല്ലാരും അവനൊക്കെ അപരാധിയാടാ. സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് മറ്റവളെ കിസടിക്കാൻ പറഞ്ഞ സ്വന്തം ഭാര്യ ഏത് അപരാധങ്ങളെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ അതുകൊണ്ടാണ് ബേസിക്കലി പറഞ്ഞ അവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, അവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇമാതിരി അപരാധം ഫിലിം പിടിക്കുന്ന തുണ്ടു പടം പിടിക്കുന്ന ഇവനൊക്കെ എന്നാ ചെയ്യണമെന്നാ, ഇവനൊക്കെ എന്നാ പറയണമെന്നാ? ഈ കാലത്ത് ആരാണ് ആൽബം കാണാൻ പോകുന്നത്? ഇവളെ വിളിക്കുവാണെങ്കിൽ ഇതിനൊക്കെ റീച്ച് ഉണ്ടാക്കാൻ പറ്റും. ആ ഡയറക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഉൾപ്പെടെ നമ്മൾ വെല്ലുവിളിക്കട്ടെ. ഇതിനേക്കാൾ വമ്പൻ ടീമിനെ അവനെ ഇറക്കിയിട്ട് അവനൊരു വീഡിയോ പിടിക്കാവൂന്ന് പോയി. ഉറപ്പുള്ള തന്തയ്ക്ക് വേണ്ടിച്ചവനാണെങ്കിൽ അവന് പറ്റുമെന്ന് നോക്കി അവന് 2000 വ്യൂ പോലും തൊടിക്കത്തില്ല. ഞാൻ അറിയാം ഉറപ്പുണ്ടെങ്കിൽ. എടാ രംഭ വന്നിട്ട്, രംഭയല്ല ഈ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന അനുമോളൊക്കെ അല്ലേ ബിഗ് ബോസിൽ, അവളൊക്കെ വന്ന് അഭിനയിച്ചാൽ പോലും 10 പേര് വ്യൂ കാണത്തില്ല. സീരിയസ്ലി പറഞ്ഞാലാ. കാരണം അവനല്ലേ എടാ നീ കണ്ടോ അവനെ? ഇത് രേണുവിന്റെ ആകുമ്പോ എല്ലാരും എടുത്തിട്ട് നെഗറ്റീവ് ചെയ്യും. ഇതല്ല പരിപാടി. അല്ലാതെ അവനെ കൊണ്ട് ഒരു ഉറപ്പില്ലാത്തവനാ. എടാ അതുപോലെ തന്നെ ഓ മൈ ഗോഡ്, ഓക്കെ എവിടെ നിന്ന് ചുമകളാകില്ല. എടാ ഡാനി, പക്ഷെ നീ എവിടെയോ സപ്പോർട്ട് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നീ ഒരുത്ത കാരണമാണ് എനിക്ക് തെറി വിളിക്കുക. സീരിയസ്ലി പറയാലോ. എന്ത് സപ്പോർട്ട് എന്നാടാ? ഞാനൊരു കാര്യം ചോദിച്ചാൽ അതിന് നിന്റെ ഒരു പെങ്ങളായിരുന്നെങ്കിൽ ആ ഒരു സ്ഥാനത്ത് എന്റെ പെങ്ങളായിരുന്നു ഇതുപോലെ പോയിരുന്നെങ്കിൽ അപരാധിയെ ഞാൻ ആദ്യം തല്ലിക്കൊന്നേനെ. എടാ അങ്ങനല്ലടാ ഞാൻ പറഞ്ഞത്. ഷൂട്ട് ചെയ്യുന്നതിന്റെ സമയത്ത് എടാ അവർക്ക് ഇത് ഞാൻ അന്വേഷിച്ചപ്പോ അവിടെ അവിടുത്തെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതായത് ഇവിടെ കൂട്ടത്തിൽ തന്നെ ഉള്ള, ഞാൻ എന്റെ വീഡിയോയിലും കഴിഞ്ഞായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ക്യാമറമാന്മാരുടെ കൂട്ടത്തിലൊക്കെ ഉള്ളവന്മാരെ എനിക്ക് നല്ലൊരു പരിചയമുണ്ട്. ഒരു കറക്റ്റ് കാര്യം പറഞ്ഞു എന്റെ ഉള്ളിൽ. അന്ന് ചായക്കട കളിയാ പോയത് ഇന്റെ പോലാണ്, എല്ലാവരും മറ്റേ പരിപാടി കാണിച്ചത്. പിന്നെ നമുക്ക് ആ ഒരു സീൻ സമയത്ത് നമ്മൾ ഇത്രയും സീരിയസ് ആയിട്ട് ഒരു വിഷയം നടക്കുമ്പോൾ നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് മറ്റേ പരിപാടിയാന്ന് പറഞ്ഞു.
തോന്നിവാസ പരിപാടിയാണ്. ഇത്രയും ഒരു സീരിയസ് ആയിട്ട് ഒരാൾ കിടന്ന് അലറുമ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ അവനോട് ചോദിച്ചുടാ വല്ല ഇന്ന പോലെ അടിച്ചോ, നീ ഇന്ന സാധനം വല്ലതും കഴിച്ചോ? എടാ അളിയ ചായക്കടയിലാണ് അളിയ പോയെ. അതെന്തല്ലോട്ടെ ഞാൻ സീരിയസിൽ പറഞ്ഞ ഞാൻ ബേസിക്കലി എക്സ്ക്ലൂസീവ് സാധനമൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുള്ള ഏത് രീതിയിലാ? ഓക്കെ, അതിരിക്കട്ടെ. എടാ ഞാൻ ബേസിക്കലി ഒരു കാര്യം പറയാം. ഞാൻ രേണു നല്ലത് ചെയ്താലും ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തില്ല. കാരണം അവൾ ഒരു നല്ലതോ അല്ലെങ്കിൽ 100 നല്ലതോ അവൾ ചെയ്താലും അവൾ അതിന് ഒരു ഉപരി 1000 ഗതികെട്ട പരിപാടി ചെയ്തിട്ടുണ്ട്. എന്തിന്? ഈ മെമ്പർഷിപ്പിൽ നിന്ന് കിട്ടുന്ന പൈസ ഞാൻ പറഞ്ഞ കൂടി ഇവള് ഈ മെമ്പർഷിപ്പിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്ത് ഇവള് ചാരിറ്റി ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാ അപരാധത്തിനാണ് ഇവള് ചാരിറ്റി ഉണ്ടാക്കുന്നത്? ഇവള് അപരാധി ചെയ്യും പൈസ. ഇല്ല, ഇവളെ തന്തയ്ക്ക് ആദ്യം ഒരു ഷെഡ്ഡി മേടിച്ചു കൊടുക്കാൻ പറ. മണിയും കിളിക്കാന്ന് സ്റ്റേഷനിലൊന്നും നിൽക്കണുണ്ട്. ഷെഡ്ഡി മേടിച്ചു കൊടുക്കാൻ പറ. ജാസി 2.1 വർഷമായിരുന്നു ഇവളെ തന്ത. എന്നിട്ട് ഇവിടെ സംസാരിക്കാൻ പറയില്ല. എനിക്ക് വിവരം കേട്ട കുറെ നാടുകളുണ്ട് ആൾക്കാര്. ഒന്നും മനസ്സിലാവത്തില്ല. ആൾക്കാരെ ബേസിക്കലി ഡാനി നമ്മള് ഈ ഫേക്ക് കമന്റ് സൈബർ നമ്മളെ ഇപ്പം എന്ത് ചെയ്യും, ചിലർ പടച്ചു വിടുന്ന കമന്റ് ഒന്നും നമ്മളെ കമന്റ് ബോക്സിൽ മെഴുകുന്നതല്ല. പക്ഷെ ജെന്യൂനായിട്ട് കുറെ ആൾക്കാരുണ്ട്. അവര് ഇത് അയ്യോ അങ്ങനെ ആയിരുന്നു, ഇവൻ ഇപ്പൊ ഇങ്ങനെ ആയെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണം ഓപ്പോസിറ്റ് എന്ന് വേറൊരു ടീം അടിച്ചു വിട്ടിട്ടുണ്ട്. കാരണം അവിടെ തള്ളി മറിക്കുന്നുണ്ടായിരുന്നു. അതില്ലേ കേസ് ഡീൽ ചെയ്തെന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ കുറെ തള്ളു വേറൊരു ടീം ചേർത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സജിനയായിട്ട് കൂട്ടച്ചേർന്ന് നിൽക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ഇല്ലാത്ത കാര്യം പടച്ചു വിടുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ അത് കേൾക്കുന്ന ഓഡിയൻസ് എന്ത് ചെയ്യും? ഇവൾമാരൊക്കെ ചെയ്ത് നീ ഒന്നും വിചാരിക്കണ്ട. ശ്രീതു എന്ന് പറഞ്ഞവളുണ്ടല്ലോ മറ്റേ മോള്, അവള് നിന്റെ അമ്മയെ പറഞ്ഞപ്പോൾ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കി. ആ പോലെ ഹാണി മോളെ എന്റെ കൈ കിട്ടിയാൽ ഞാൻ പിടിച്ചു പോരേക്കും. അവൾ ഇതിന്റെ പേരിൽ ഞാൻ തെറി വിളിച്ചെന്ന എന്ത് തേങ്ങയെന്ന് പറഞ്ഞാൽ അവളോണ്ട് കേസ് കൊടുക്കാൻ പറ. അവളെ തന്തര പേരിൽ ഞാൻ വേണേ കേസ് കൊടുക്കും. എനിക്കതൊന്നും വിഷയമില്ല. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആ വീഡിയോ. ഇത്രയും പച്ച തെറി വിളിച്ച ആ പുന്നാര മോളെ ഞാൻ നമ്മള് കേസ് കോലാണ്ടി തോന്നുന്നല്ല സ്റ്റേഷനിൽ പോയി ഞാൻ അവിടെ അടിച്ച് ഉരുട്ടി എടുത്തെറിയും ഞാൻ അക്കാവടിയെ. നീ പറയുന്ന നിസ്സാര കാര്യങ്ങളോ? ഇത് ചുമ്മാ ആൾക്കാർ വന്നിട്ട് കഥ അറിയാതെ സംസാരിക്കുന്നത്. ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ സീരിയസ്ലി നമ്മള് ഓഡിയൻസിന് നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല. എനിക്കല്ല, രണ്ടുപേര് തെറ്റുകാരുണ്ടായിരുന്നതാ. ആ പയ്യനും ശരിയല്ല. പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞു ഡാനി അതൊക്കെ ചെറുപ്രായത്തിൽ തെറ്റുകളും കാര്യങ്ങളൊക്കെ സംഭവിച്ചു കാണുമായിരിക്കാം, അത് ഡാനിക്ക് എന്തുകൊണ്ട് അത് ഇത് ഒരാൾക്ക് ഒരു ചാൻസ് കൊടുത്തുകൂടെ? ഞാൻ എന്റെ വീട്ടിലും പറഞ്ഞു ശരി ഞാനൊരു ചാൻസ് കൊടുത്തിരിക്കുന്നു, ഞാൻ ഇനി അതിനെ കുറിച്ചൊന്നും പറയത്തില്ല, ഇവളെ കുറിച്ച് പറഞ്ഞോളാം. ശരി, കൊച്ചിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടത്തില്ലെന്ന് പറഞ്ഞതിന് ശേഷമാണ് ബിബിന്റെ വിഷയം പേര് വരുന്നത്. ഡയറക്ടർ എന്ന് പറയുന്നവന് ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാല് എന്തുവാ അവൻ വയറ് ചാടി കിടക്കുമായിരുന്നു. അവൻ വയറ് ഉറച്ചിട്ട് വന്നിട്ട് അവൻ റൊമാൻറ്റിക് വീഡിയോ. എന്റെ പൊന്നു മോനെ, അവന്റെ മട്ടും പാവം നടന്നു വന്ന ചോക്ലേറ്റിനകത്ത് എന്താ പൃഥ്വിരാജാന്നാ വിചാരം. സത്യമായിട്ടും പറയാലോ, അവനെ പോലെ ഒരു ഫ്രോഡ്. എല്ലാരും മോശമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ രേണുവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവനെ പോലെ ഒരു ഫ്രോഡാണ് അവിടെ രക്ഷപ്പെടാൻ പോകുന്നത്. അത് മനസ്സിലാക്കണം. ആ ഫ്രോഡിനെ കൊണ്ടുവരണം. അവൻ എന്ന് പറഞ്ഞ വ്യക്തിനെ അത് പുറത്തു കൊണ്ടുവരണം. അതാണ് ഇവിടെ സത്യം പറഞ്ഞത്. ഞാൻ അതിനുവേണ്ടി സംസാരിച്ചപ്പോ ഒറ്റ മനുഷ്യരത് കേൾക്കുന്നില്ല. കാരണം ഈ നാട്ടുകാരുടെ ഈ എല്ലാ രേണുസൂതിയുടെ നെഞ്ചത്തൊട്ടല്ലേ ഈ കമന്റ് ഇടുന്ന അവന്മാരുടെ ഒക്കെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഈ അവസ്ഥ വരുമ്പോഴേ ഇതുപോലുള്ള നാറുകൾ കയറുമ്പോഴേ ഇവരൊക്കെ പഠിക്കത്തുള്ളൂ. അത് നീ പറയുന്ന ഓക്കെ, പക്ഷെ രേണുവിന് ഈ അവസ്ഥ വരണം. അതാണ് ഞാൻ പറയുന്നത്. അവള് വരട്ടെ, അവള് കാണിച്ച തന്തേലാടിക്ക് ഇതല്ല ഇതിന്റെ അപ്പുറം വരും. ഞാൻ പറഞ്ഞ പക്ഷെ നീ ആ പോയിന്റ് പറഞ്ഞു പോകുമ്പോ ആൾക്കാർ എന്ത് വിചാരിക്കും? ഓ അപ്പൊ നീ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നേ വിചാരിക്കത്തുള്ളൂ. അതിന്റെ റീസൺ വേറെ ടീം ഇങ്ങനത്തെ കുറെ ഡയലോഗുകൾ പടച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാനും നീ സജിനി ശ്രീതും കൂടി ചേർന്നിട്ടുള്ള ടീമാണെന്ന്. ഇങ്ങനെ ഒരു കാര്യം ഓപ്പോസിറ്റ് എന്ന് വേറൊരു ടീം പടച്ചു വിടുമ്പോ അതുമായി സാമ്യം തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും അവര് ഞാൻ ലൈഫിൽ ഇത്രയും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ വീഡിയോ ചെയ്തിട്ട് ഏറ്റവും ബുദ്ധിയും ബോധവും വിവരം ഇല്ലാത്ത ടീമായിട്ട് കണ്ടിട്ടുള്ളതാണ് ഈ ശ്രീതു, സജിന, രേണു. 3 തീട്ടങ്ങളെന്നേ ഞാൻ പറയത്തുള്ളൂ. അതിന്റെ അപ്പുറം എനിക്ക് ഇതിനൊന്നും പറയാനില്ല. ഞാനൊരു കാര്യം പറയാം. ഇപ്പം കമന്റ് നെഗറ്റീവ് വന്നാലൊന്നും നമ്മൾ വിഷയാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് റീച്ച് ചെയ്തിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമുള്ള ആ ഒരു മൈൻഡ് കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞല്ല. പക്ഷെ ഇത് ഈ 2 കാര്യത്തിലും ന്യായമുണ്ട്. കാരണം ഇവറ്റയുടെ ഒന്നും വീട്ടിലല്ലല്ലോ വന്നേക്കുന്നേ. ഇവറ്റയുടെ ഒക്കെ വീട്ടിൽ വരുമ്പോഴും കുട്ടികളൊക്കെ പഠിക്കത്തുള്ളൂ. സത്യം മറച്ചു വെച്ചിട്ട് കള്ളത്തിന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ ഇവിടെ കൈയടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ ഒരാൾക്കും ഇഷ്ടമല്ല. അവളെ നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രമാണ് കേരളത്തിലെ ആൾക്കാരിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇപ്പൊ എനിക്ക് മനസ്സിലായ 2 കാര്യത്തില അവരുടെ ഭാഗത്ത് കുറച്ച് ന്യായമുണ്ട്. ഒരു ന്യായമില്ല എന്റെ പൊന്നലെ. ആ കേസ് നീ വിട്. അത് അവളുടെ ഭാഗത്ത് ന്യായമില്ല.
ബേസിക്കലി അവക്ക് അടി കിട്ടേണ്ടതാണ്, അവക്ക് കിട്ടണം. സത്യം പറഞ്ഞാൽ അവക്ക് എന്തെങ്കിലും സംഭവിക്കണമായിരുന്നു എന്ന് ഞാൻ പറയുന്നത്. കാരണം അത്രയ്ക്ക് അപരാധമാണ് അവള് കാണിക്കുന്നത്. ഞാൻ ചോദിച്ചത് നീ എന്താ പറഞ്ഞ അവിടെ ഭാഗത്ത് ന്യായമില്ലെന്ന് നീ ഉണ്ടാക്കുന്നല്ലോ. എടാ അവിടെ ഭാഗത്ത് ന്യായം എന്തിനാ? അവൻ ചെയ്ത് തെറ്റ്, ആ ചെക്കൻ ചെയ്ത തെറ്റുണ്ട്. സീരിയസ്ലി കുറച്ച് കാര്യങ്ങൾ ഞാൻ നിന്നോട് കാണിച്ചു തന്നപ്പോ നിനക്ക് ബോധ്യപ്പെട്ടതാ. അവൻ തന്തയില്ലാത്തവനാ, അവള് തന്തയ്ക്കും ഇല്ലാത്തവരാ. അവള് രണ്ടും കണക്കാ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. രേണു സുധി അതിന് അർഹതയാണ്. കാരണം അവള് കാണിക്കുന്ന അപരാധങ്ങൾ മറ്റത് മറിച്ചതും വെച്ചിട്ട് അവർക്കത് കിട്ടണാടി. എന്തിന്? നാളെ അവർക്കൊരു കുട്ടി വളർന്നു വരുന്നുണ്ട്. ആ ബോധം പോലും ഇല്ലാണ്ട് മെമ്പർഷിപ്പും അപരാധവും കാണിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് അപരാധം കാണിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്ത് ചാരിറ്റി ഉണ്ടാക്കിയിട്ട് എന്നാ ഗീതത്വം ഉണ്ടാക്കാൻ അവള് ചാരിറ്റി ഉണ്ടാക്കണ്ട, ഒരു കോപ്പും ഉണ്ടാക്കണ്ട. ഞാനതേ പറയത്തുള്ളൂ. എന്തിനവള് ചാരിറ്റി ഉണ്ടാക്കുന്നത്? മെമ്പർഷിപ്പ് വഴി ഉണ്ടാക്കുന്ന പൈസ, മറ്റേ സബ്സ്ക്രിപ്ഷൻ വഴി അതുവഴി കിട്ടുന്ന പൈസ എടുത്ത് അവള് ചാരിറ്റി ഉണ്ടാക്കിയിട്ട് എന്നാ ഗീതത്തിന് കുറെ അവൾമാര് വന്നിട്ടിരുന്ന് കൈയടിക്കും, അല്ലാതെ എന്തോ പഴം പറയാനാ ഒന്നുമില്ല. അതുകൊണ്ട് വിട്. ഞാൻ ഇവക്ക് വേണ്ടിട്ട് സംസാരിക്കില്ല. ഇവളെ തന്തയാണ് ആദ്യം മടലുവിട്ട് അടിക്കേണ്ടത്. ഇതുപോലത്തെ ഒരു പേട്ട് തന്ത ഒരു പിള്ളേർക്കും കിട്ടാതിരിക്കട്ടെ. ഉള്ള കാര്യം പറയാം. കാരണം മക്കള് വഴിതെറ്റിപ്പോയ തന്തയും തള്ളയും തല്ലിക്കോട് ചൊല്ലിക്കോടിയില്ലേ തള്ളിക്കള. ഇത് തല്ലിയും കൊടുത്തില്ല, ചൊല്ലിയും കൊടുത്തില്ല, തള്ളിയും കളഞ്ഞില്ല, വച്ച് പിടിച്ചോണ്ടിരിക്കണം. കാരണം മോൾ അവരാധിച്ചോണ്ട് പറഞ്ഞ പൈസക്ക് വാങ്ങിച്ച് ഞണ്ണിക്കൊണ്ട് പൊറോട്ടയും ഇവൻ തിന്നുകൊണ്ടിരിക്കണം. പറട്ടക്കളവും തങ്കച്ചനെ ആദ്യം പിടിച്ച് പിടിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു തന്ത ഞാൻ ഇത്രയും ദിവസത്തെ വീഡിയോസിൽ ഞാൻ അങ്ങനെ വലുതായിട്ട് പറഞ്ഞിട്ടില്ല, കളിയാക്കിയാണ് വിട്ടിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു പേട്ട് തന്ത ഒരു മക്കൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ. അങ്ങേർക്ക് നട്ടലില്ലടാ, സത്യം പറയല, നട്ടലില്ലാത്തവരുത്തനാ. അവളെങ്ങനെയെങ്കിലും തൊലിച്ചോട്ടെ. ഇതിപ്പോ നാട്ടുകാരെ എനിക്ക് ഞാൻ പറയുന്നില്ല, തന്റെ മെമ്പർഷിപ്പ് എടുത്തോണ്ടെന്ന് ആർക്കറിയാം. മോക്ക് 10 രൂപ ഓളി കിട്ടിക്കോട്ടെ എന്നും കരുതി. അത് ശരിയാണ് കേട്ടോ. തങ്കച്ചേട്ടൻ ചിലപ്പോ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരിക്കും, ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഇപ്പൊ തന്തയാണോ എന്ന് തന്നെ. അല്ല ഞാൻ അറിയാൻ പറ്റത്തോണ്ട് നോക്കിയോ, അല്ല എവിടുന്നെങ്കിലും വല്ല കാട്ടീന്നോ വീട്ടീന്നോ എല്ലാം പൊക്കിക്കൊണ്ടു വന്നതാണോന്ന് ആർക്കറിയാം. എന്തായാലും മൊട്ട കോമഡിയാണ്. ഡാനി മതിയടാ. ഞാനേ അല്ല അളിയ, ഞാനൊരു കാര്യം പറയാം. നീ ഇപ്പൊ വന്നിട്ട് എന്നെ ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചത് സ്വാഭാവികം. എന്തോ സ്വാഭാവികം എന്നാ പറയുന്നേ? പിന്നെ നീ അവളെ കണ്ട ടോളെ മൂടും താങ്ങി കൊണ്ടുവന്ന ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നത്? നിന്നെ എടുത്ത് ടോട്ടോ അടിക്കണം. ഞാൻ മൂടും താങ്ങി കോപ്പും താങ്ങി ഒന്നും നടന്നില്ല. നീ അത് കാര്യം മനസ്സിലാക്കി സംസാരിക്കണം. പറഞ്ഞു മനസ്സിലായോ? അവളെ എന്തിനാ മൂട് താങ്ങേണ്ട ആവശ്യം എന്തിനാ? നിനക്കറിയാം. നീ അതുപോലെ അനുഭവിച്ചതാ. 1-2 വല്ലല്ലോ സ്റ്റേഷനിൽ പോയി, 3 വട്ടം സ്റ്റേഷനിൽ പോയത്. പിന്നെ കൊച്ചിന്റെ പേര് കൊണ്ട് നിന്റെ പേര് കേസ് കൊടുത്തതോ? നീ അത് മറന്നോ? ഞാൻ മറക്കൂ. അന്ന് പത്തനംതിട്ടയിൽ ഞാൻ കോട്ടയത്തോട്ടോ ഓടിയ ഓട്ടോ എനിക്കറിയാം. ഇത്ര സമയത്തിനുള്ളിൽ എനിക്ക് അവിടെ എത്തണമായിരുന്നു. കാറ് 100-110 വിളിച്ച് പിടിച്ചാണ് ഞാൻ അന്ന് പോയത്. ഞാൻ ഒരു കാര്യം പറ്റേ. പക്ഷെ എന്നോട് വീഡിയോ ചെയ്ത് ചില ആൾക്കാർ പേഴ്സണലി പറഞ്ഞ് നീ കൊടുത്ത മെസ്സേജ് ഓക്കെയാണ്, പക്ഷെ നിന്റെ വീഡിയോ എന്റെ വീഡിയോക്ക് ഡ്യൂറേഷൻ പോലും ഇല്ലായിരുന്നു. ആൾക്കാർ മൊത്തമായിട്ട് കണ്ടിട്ടില്ല. കാണുന്നവർക്ക്, വിവരമുള്ളവർക്ക് അത് മനസ്സിലാവും. ചില ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് ഞാൻ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവറ്റ ഇടയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ആ ഒരു അവസ്ഥ വരുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. ഞാൻ ഇപ്പോഴും പറയാം, ന്യായീകരിക്കരുത്. ഞാൻ ഇത്രേ പറയുള്ളൂ. അവളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ കൂടി വേണ്ട. അവൾക്ക് വേണ്ടി അവളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ഞാൻ അത് സംസാരിക്കത്തില്ല. അവൾക്കെതിരെ എന്റെ പൊന്നു ഇനി വേറെ വല്ലതൊക്കെ വരും. അപ്പൊ ശരിയെന്നാ ഡാനി, വച്ചിട്ട് പോടാ. ഓളെ കണ്ട അവളെ സപ്പോർട്ട് ചെയ്തോണ്ട് നടക്കണ് കട്ട കഴിവേറി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഡാനിയുടെ അടുത്ത് ജസ്റ്റ് സംസാരിച്ചെന്നേ ഉള്ളൂ. ഈ അവസ്ഥ ചീത്ത കളിക്കുന്നുണ്ട് ചുമ്മാ ഇതിന് വീഡിയോയിൽ കയറ്റുന്ന. ഞാനൊരു കാര്യം പറയാം, ഈ അപരാധികളെ ഒന്നിനും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല ജീവിതത്തിൽ. അത് ഞാൻ ഇപ്പൊ എടുക്കുന്ന പ്രതിജ്ഞയാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഇവളെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് വേറൊരുത്തൻ, അതായത് വേറൊരു തന്തയില്ലാത്തവനെ വെളുപ്പിക്കുന്നത് എനിക്ക് പിടിക്കുന്ന കാര്യമല്ല. ഇത്ര എനിക്ക് പറയണമെന്ന് തോന്നി. എന്നാലും നിങ്ങളുടെ അവസ്ഥയുമല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ കണ്ടിട്ട് പുതിയ വീഡിയോ കാണാം. ബൈ.